നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇഷ്യൂ നടന്നിരിക്കുകയല്ലേ. അപ്പോ അയാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛേ കുറച്ച് മയത്തിലൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ല, മയമൊന്നും ഉണ്ടാകത്തില്ല, അയാളെപ്പോലുള്ള ആൾക്കാർ ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്ത്, അതുകൊണ്ട് മാത്രം ഒറ്റയ്ക്ക് പോയി. ഞാൻ സമ്മതിക്കത്തില്ല, അച്ഛേ നിർത്ത്, ഇത്രയൊന്നും വേണ്ട. എൻ്റെ അടുത്ത് പറയും ചില സമയത്ത്, ഇത്രയും ഹാർഷായിട്ട് സംസാരിക്കരുത് എന്ന് പറയും. അപ്പം ഇപ്പൊ ഞാൻ കുറച്ച് മയമുണ്ട് എനിക്ക്, പക്ഷെ ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ എനിക്ക് റിയാക്ഷൻസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മളിപ്പോ ബോബി ചെമ്മണ്ണൂരിന്റെ ഇഷ്യൂ അല്ലെ, ഇപ്പൊ ആ വിഷയത്തിൽ നമുക്ക് ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ അയാളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരു രീതിയിൽ പറ്റത്തുമില്ല. സപ്പോർട്ട് എന്നല്ല, അയാളോ അതൊരു ന്യായം പോലും ഇല്ല. അപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ വാക്കുകളിനകത്തും എന്റെ ബോഡി ലാംഗ്വേജിനകത്തും ആ ഇഷ്ടക്കേട് പ്രകടമാവും. അപ്പൊ അയാൾ ചിലപ്പോൾ ഒരുപാട് കാശുള്ള വ്യക്തിയോ അല്ലെങ്കിൽ വലിയൊരു ആളൊക്കെ ആയിരിക്കാം. പക്ഷെ എന്റെ സംസാരത്തിനകത്തും പ്രവർത്തിക്കാത്തും ആ മയം അല്ലെങ്കിൽ ആ മിതത്വം കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല. അത് മനഃപൂർവ്വം ഞാൻ ചെയ്യാത്തതല്ല, എനിക്കത് വരില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് കുറച്ച് മിതത്വമൊക്കെ ആവാം ഞാൻ, പക്ഷെ അത് എനിക്കത് ഫോളോ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മാറ്റർ വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ആ ഇഷ്ടക്കേടും അല്ലെങ്കിൽ ആ സംസാര രീതിയൊക്കെ എന്റെ ശരീര ഭാഷയിലും സംസാരത്തിലും പ്രകടമായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്.